അതിപ്രധാനപ്പെട്ട 3 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അറക്കലാണ് ഒന്നാമത്തെ കാര്യം. കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ മെസ്സേജ് അയക്കും, സാർ ഇനി പഠിച്ചാൽ എ പ്ലസ് കിട്ടോ, ഇനി പഠിച്ചാൽ എ പ്ലസ് കിട്ടോ എന്നുള്ളതൊക്കെ. നമ്മുടെ ലൈവിൻ്റെ താഴെ സ്ഥിരം വരുന്നൊരു കമൻറ്റാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇനി പഠിച്ചില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എ പ്ലസ് എന്നല്ല ഒരു തേങ്ങയും കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, ഇനി പഠിച്ചു തുടങ്ങുക. പഠിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, വിഷയമായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് തന്നെ കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളത് വെറും 30 to 35 ദിവസം, ഏകദേശം 30-35 ദിവസം മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി അപ്പോൾ 30 ദിവസം ഇല്ല സാർ, ഇല്ല, ഫെബ്രുവരി 28 ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ മാത്രമല്ല, ഇതിനിടയിൽ നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാം വരാനുണ്ട്. മാത്രമല്ല IT-യുടെ പ്രാക്ടിക്കൽ എക്സാമും IT-യുടെ മെയിൻ എക്സാമും ഒക്കെ വരാനുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടാവും. അപ്പോൾ സാർ അത് വലിയൊരു പ്രശ്നമല്ലേ? അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. 30-35 ദിവസം ഉണ്ടല്ലോ, കറക്റ്റ് കണ്ണിങ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തായാലും പണി പാളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, മൈൻഡിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, കാര്യത്തിലോട്ട് കിടക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. വെറുതെ കുറേ ടെൻഷൻ അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് അതിപ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാകും, സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എക്സാമുമായി ബന്ധപ്പെട്ടത്. അതായത് ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മൊത്തത്തിൽ അടിമുടി ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അതായത് 60% ആവറേജ് ക്വസ്റ്റ്യനും 20% സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും ബാക്കി 20% എബോവ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ 90% മാർക്ക് വേണം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ 20% ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ എ പ്ലസ് കിട്ടാൻ തന്നെ കുറച്ച് പണിയാണ് എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൂപ്പറായിട്ട് വിഷയമായിട്ട് മാസ്മരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, SCRT കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അധിക ക്വസ്റ്റ്യൻസും വളരെയധികം എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈവിലൊക്കെ പബ്ലിക് ലൈവിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വാരി വിതറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പബ്ലിക് ലൈവൊക്കെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലും നമ്മളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്കിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ആപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ബസ്സാണ്, ലാസ്റ്റ് സമയമാണ്. ഇനി നിങ്ങൾക്കൊരു സമയമില്ല, വേഗത്തിൽ എന്ത് ചെയ്യുക, ആപ്പിലും ജോയിൻ ചെയ്യുക. എൻ ഗെയിം ബാച്ച് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ചാപ്റ്റേഴ്സ് എൻ ഗെയിം ബാച്ചിലും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അതിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടാവും. അതിൽ നേരെ പോയിട്ട് 2x-ലോ 1.5x-ലോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നിങ്ങൾ അധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ഭാഗങ്ങളും പെട്ടെന്ന് വളരെ എന്ത് ചെയ്യുക, കണ്ണിങ് ആയിട്ട് കവർ ചെയ്യാം. അങ്ങനെ സൂപ്പറായിട്ട് പഠിക്കാം. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആ മൂന്നാമത്തെ കാര്യം അതിപ്രധാനപ്പെട്ടത്, അതെന്തായാലും ശ്രദ്ധിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, മിന്നിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം, എ പ്ലസ് നേടാം. ഓക്കെ.